മറുപടി പറഞ്ഞു കൊടുക്കാം. നല്ല മറുപടി കൊടുക്കാം. 10 സെന്റ് വസ്തു വാങ്ങിച്ചതിന് വർഷങ്ങൾ എന്തുവാ കേസ് പറഞ്ഞ് ഇവന് കൊടുക്കാനായിരുന്നോ? ഇവന് കൊടുക്കാനായിരുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്, ഇവന് കൊടുക്കാനായിരുന്നോ കേസ് പറഞ്ഞത്? എൻ്റെ 7 സെന്റ് എന്റേതാ. അതിലപ്പുറത്ത് കിടക്കുന്ന 7 സെന്റ് എന്റേതാ. ഇവനാരാ? ഇവനാരാ സോക്കേടും കൊണ്ട് വരാൻ? ഇതെൻ്റെ അച്ഛൻ്റെയാ. ഇത് അച്ഛന് വീതം കിട്ടിയ 9 സെന്റ്. കൂടുതലൊന്നും ഇല്ല. അതൊന്നും ഞാൻ ഞോടാൻ വരണ്ട അവരവനും. എന്തോ ഇതിന് രോഗം? ഇവന് ഭയങ്കര രോഗം. അവന് ഇഷ്ടംപോലെ വസ്തുക്കൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നീ പോയി ചെല്ലടാ. നിന്റെ മോളെയും കൂടെ കൊണ്ട് മയക്കിയിട്ടേച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നീ പോയി വാങ്ങിയിര്. 45-50 ലക്ഷം രൂപ ഒക്കെ കിട്ടിയല്ലോ. അതുകൊണ്ട് അതിന് ലക്ഷങ്ങൾ കൊടുത്ത് വസ്തു വാങ്ങിക്കാൻ വെക്കും. സഹദേവൻ്റെത് വേണമെന്നില്ല നിനക്ക്. നീ ആരാടാ? മലപ്പുറത്തുനിന്ന് വന്നിരിക്കുക സഹദേവൻ്റെ വസ്തുവിന്. അവന് ദിവസം രോഗം. അവന് കഥയുണ്ടാക്കൽ, ക്യാമറ കളി, അവന് ഭയങ്കര അസുഖം. അവന് ക്യാമറ ഓഫാക്കൽ ഓണാക്കൽ, പല പല വേലകൾ അവന്. രോഗമായിട്ട് നടക്കുക ഇവൻ. തലയിലോട്ട് ലേസർ അടി തുടങ്ങി. അങ്ങ് കുറേ നേരമായിട്ട് ലേസർ അടിക്കുന്നത് തലയിലോട്ട്. ലേസർ എല്ലാം കഴിയുമ്പോൾ ലേസർ അടി അങ്ങ് തുടങ്ങും. ലേസർ അടി. എൻ്റെ വത്തു പിടിച്ച് പറിക്കാൻ നടക്കുക. വത്തു പിടിച്ച് പറിക്കാനല്ലയോ കഥയുണ്ടാക്കിയത് പണ്ട്. അവൻ്റെ മോച്ചാരി ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കി നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഇവൻ്റെ മോൻ ഇങ്ങോട്ടങ്ങും അല്ല പോകുന്നത്, വഴിയേ പോകുന്നതാണ്. അതിന് 5 CCTV ക്യാമറ വന്ന് അടിച്ചു പൊട്ടിച്ചത് ഗൂണ്ടകൾ. അവൻ്റെ ഗൂണ്ടായിസം അങ്ങ് ഗൂണ്ടകൾ പോകുമായിരുന്നു രാത്രിയിൽ ഇവൻ്റെ വീട്ടിലോട്ട്. പിന്നെ ഹെൽമെറ്റും എന്തുവാ അതിൻ്റെ പേര് മാസ്കും വെച്ചോണ്ടാ ഒരുത്തൻ വന്നത് ഇവിടെ. ഇവൻ വന്ന് അഴിഞ്ഞാടിയതൊരവൻ. സന്ധ്യ മയങ്ങി 7:30 ആയപ്പോൾ 8 മണി കഴിഞ്ഞ് അവൻ ഹെൽമെറ്റും മാസ്കും ഒക്കെ എല്ലാം വെച്ചോണ്ടവൻ വന്നിരിക്കുന്നു അഴിഞ്ഞാടാൻ. പെരയുടെ മണ്ടയ്ക്കോട്ടാ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നത്. ജനലിലോട്ട് എല്ലാം കല്ലെറിയുമായിരുന്നു അവന്. ഇവനെന്തോ വിചാരിച്ചത്? കല്ലെറിഞ്ഞാൽ കല്ലേറായിരുന്നു ഇവിടെ. അങ്ങ് കല്ലേറ്. അവനാരാ? ഇവനാ ബിജു എന്ന് പറയുന്നവൻ. ഹരിദാസന്റെ മോന്. രണ്ട് അമ്പാടിക്കടയിലെ ആന്റിയോട് ചോദിച്ചു നോക്ക്. എന്നെ കണ്ടപ്പോ അവൻ 500 രൂപ ചോദിച്ചു. ആ നാണമില്ലാത്ത പട്ടി. ഞാൻ ചോദിച്ചു നിനക്ക് തരാൻ കാശിലിടാന്ന്. നീ ആരാ 500 രൂപ നമ്മളോട് വാങ്ങിക്കാൻ? ചോദിക്കും 500 രൂപ. പോയി ചണ്ടട്ടവൻ. ഇതിന് നല്ല ഒരു തുണി വലിച്ച റോഡിൽ ഇരിക്കുന്നതാ. 500 രൂപ എത്ര വേണം കിട്ടും. ചിലർ 10, 5 രൂപ 1 രൂപ നാണയൊക്കെ കിട്ടി. ചിലപ്പോഴേ 500 രൂപ. കണ്ടല്ലൂരുകാരനെയും കൂടെ വിളി. അവനെയും കൂടെ വിളിക്കട്ടെ. കണ്ടല്ലൂരുകാരനെയും കൂടെ അവനും കൂടെ പോയി ഇരിക്കട്ടെ. തെണ്ടാന് എങ്ങാണ്ട് തെണ്ടിയെല്ലാം ഇരിക്കട്ടെ. ഒന്നരം കാശ് ഇഷ്ടം പോലെ 500 രൂപ. റോഡിലെപ്പോഴും ആൾക്കാർ രണ്ട് ബാറിലൊക്കെ ഇഷ്ടം പോലെ ആൾ വരുമല്ലോ. ഒരു തുണി വിരിച്ചിരിക്കട്ടെ, അപ്പം കാശ് കിട്ടും. ബാക്കിയുള്ളവരോട് ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പൂണ്ടകൾ നിരങ്ങിയതിൻ്റെ എൻ്റെ ഫോണിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കുമ്പോൾ അത് വരുന്നില്ല ഫേസ്ബുക്കിനകത്ത്. പിന്നെ ഞാനിവിടെ വന്നിരുന്നെല്ലാം തപ്പിയെടുത്ത് എല്ലാം റെഡിയാക്കി അവരെ കൊണ്ട് കാണിച്ചത്. കുറേ പേര് എന്തെല്ലാം വേലകളാണെന്നറിയോ ഇവന്മാർ കാണിച്ചതൊന്നും നാട്ടുകാർ കാണരുത്. നാട്ടുകാരുടെ മുന്നിലൊന്നും ഇവിടെ കാണിച്ചു കൂട്ടിയ ഗുസ്തികൾ കുറേ ഗൂണ്ടായുസം അങ്ങ് നടത്തി നടവാടുമല്ലായിരുന്നു ഇവിടെ. ഞാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പെണ്ണുങ്ങൾക്ക് ജീവിക്കാനൊക്കത്തില്ലയോ? ഗൂണ്ടായുസം അങ്ങേയറ്റത്തെ ഗൂണ്ടായുസം. എന്തോ ഗൂണ്ടായുസം വന്നാ